ഇല്ലല്ല ചേച്ചി എടാ ലെഫ്റ്റിൽ മൊത്തം വണ്ടി അമരില്ല വണ്ടി മൊത്തം ലെഫ്റ്റില്. എടാ ടയർ പൊട്ടിക്കോ? ടയർ അങ്ങനെ നിർത്തി പൊട്ടിക്കല്ലേ, ഓപ്പൺ നിർത്തി പൊട്ടിക്കല്ലേ, അറ്റ്ലീസ്റ്റ് ബേസിക് കവർ വെച്ചിട്ട് അടിക്കാനുള്ള. എടാ ഈ വണ്ടി അടി. വണ്ടി എടുത്ത് മാറിക്കോ. ടയർ തട്ടി വിട്ടെ, ടയറിനെ വണ്ടി തട്ടി വിട്ടെ. അമ്മ വണ്ടിയില്ല കേട്ടോ, മലയുടെ മുകളിലുള്ളത് അമ്മക്ക് വണ്ടിയില്ലേ, റോട്ടിലോട്ട് തെറിപ്പിച്ചേക്കോ. എല്ലാരും കുത്തിക്കോ. വണ്ടി കയറി ടയർ പൊട്ടിയില്ലേ? ടയർ പൊട്ടിയില്ലേ? അവിടെ കുത്തി ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. എടാ ഇറങ്ങടാ ഒരു വണ്ടി അങ്ങോട്ട്, ഇറങ്ങടാ. വണ്ടിക്കടിയ ടയറിനടിയേ. നമ്മുടെ വണ്ടി ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. ഏത് മലയുടെ മേലും നിങ്ങൾ വണ്ടി കയറി, നിങ്ങൾ എല്ലാവരും വണ്ടി കയറി. അവനെ വണ്ടി കയറിക്കോ, നിങ്ങൾ വണ്ടി കയറിക്കോ. വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ പോവല്ലേ? വണ്ടി എടുത്തവരെല്ലാരും എന്തൊരു കാണിക്കുന്നു. എന്തിനാണ്ടി കാണിക്കുന്നത് ഇതൊക്കെ? വണ്ടി നോക്കി മേലോട്ടൊരു വണ്ടി പോയതുണ്ടായിരുന്നു. വണ്ടി കയറിക്ക, ഇവന്മാരിട് ഇവിടെ തന്നെ വന്ന് ഫൈറ്റ് ആക്കാം എല്ലാവരും. ഞാൻ ഉരുട്ട് താഴെ എന്തിന് തെന്നിത്തെന്നി പോകുന്നത്? മേലെ കുത്തണേ. നോക്കിയിരിക്കണേ ആള്. വണ്ടിയുടെ കവർ നടിയടാ, ഒറ്റക്കെട്ടി പോലെ ഒന്നിച്ചില്ല. ഒരുമിച്ച് വണ്ടിയുടെ കവർ നടിയടാ. ഇനി ഇങ്ങോട്ടേക്ക് തള്ളു, ഈ ടോപ്പിലോട്ട് തള്ളു. ഈ ടോപ്പ് കയറി എവിടെ അമ്മ? ടോപ്പ് തന്നെ വണ്ടിയുടെ കവർ അതിടവണേ. ടോപ്പ് തന്നെ നടി. അടുത്തടാ ഇവനെ കൂടെ എടുത്തേ. ഈ റിഡ്ജില് അണ്ണാ അവനെ കേറടി. എവിടെ? ഇതൊരു പിണച്ച റിഡ്ജ് കേസ്, അവനെ അടിക്കാൻ പറ്റുന്നത്. ഇതെന്തിരിത് കഴിഞ്ഞില്ലേ? എടാ കിട്ടിയില്ലേ കളി? ജയിച്ചെന്നാണ് വിചാരിച്ചത് ഞാൻ. കളി കിട്ടിയില്ലേ? എന്തിരി പറയാൻ. രണ്ട് പറയാതിരിക്കാൻ
കിട്ടിയെന്നാണ് വിചാരിച്ച മേരി. അത് എങ്ങനെ പോയത് കളി? നമ്മളായിരുന്നില്ലേ ആള് കൂടുതൽ. ലാസ്റ്റത്തെ അവിടെ നിന്ന് 2v3 എന്തോ ആയിരുന്നു അത് അവിടെ, ഐ തിങ്ക്. എങ്ങനെയാ വേറെ ഇതൊക്കെ കൊണച്ചറിഞ്ഞാണെങ്കിൽ അടിക്കാൻ പറ്റുന്നില്ല ഇതവിടെ വന്നിട്ട് തിരിഞ്ഞ്. എത്ര പിക്ക് ഇട്ട് ഡയോസിയുടെ ഈ സ്വന്തം ഗ്യാങ്ങിലുള്ളവരെ തന്നെ അടിച്ചു കൊല്ലുന്ന പരിപാടി. ഇത് കുറച്ച് ആയല്ലേ ഇത്, എന്തിനീ കാണിക്കുന്നത്? ഇവനൊക്കെ 1 HP ചത്തില്ലേ? ചത്ത് ഇവിടെയാണ് പോയാടാ. ഇതൊക്കെ ഇവിടെ കൊണ്ട് കുത്തിയ ഇവന്മാര്. എൻ്റെ താഴെ കൊണ്ട് കുത്തിയ ഇവര് 4 പേര് ഇവിടെ വെക്കുന്നു. എടാ 1 2 3 4 5 അവന്മാർ 5 പേര് മേളിൽ കയറാനല്ലേ പറഞ്ഞ. എന്നിട്ട് ഇവര് എവിടെ പോയത്? ഇതിന്റെ ബാക്കിൽ ഞാനുണ്ടായിരുന്നു. ഇവൻ ഡൗണായി. ഡയോ സിപ്സി എവിടെ ഡൗണായത്? ഇവിടെ ഡൗൺ. ഇവിടെ എടുത്തുണ്ടായിരുന്നു. ഇവനെ കണ്ടില്ലേ? ഇവനെ ഈ ബാക്കിൽ നിന്ന് ഒരുത്തനാണ് കാണാതിരുന്നത്. ഇവിടെ സുനിമോൻ ഡൗണായി. ആ ഒരുത്തനെ കാണാത്തോണ്ടാണ്. ഇതിന് അടി കൊള്ളുന്നേ ഇല്ലായിരുന്നു ഇത്ര അടിച്ചിട്ടും. പിന്നെ ബാക്കിൽ ഇവനാണ്ടാ വന്ന് അടിച്ചത്. ബാക്കിൽ നിന്ന് ഇവൻ ഒറ്റൊരുത്ത വന്ന് ബാക്കിൽ നിന്ന് എല്ലാരും അടിച്ചത്. നമുക്ക് ഞാൻ കണ്ടതേ ഇല്ല. അതിനാണ് എല്ലാരും ബാക്കിൽ നിന്നും അടിച്ചു. ആ ഒറ്റ ഒരുത്തനെ കണ്ടില്ല. അതാണ് സീൻ. മനസ്സിലാ? ഇവനാണ് എല്ലാരും പിക്ക് എടുത്തോണ്ടിരുന്നത്. ബാക്കിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചില്ല. ബാക്കിൽ നിന്ന് എല്ലാരും ഡൗണാക്കി. മനസ്സിലായി? ഈ ഒറ്റൊരു പ്ലെയർ ഇവിടെ നിന്നിട്ട് എല്ലാരും പിക്ക് എടുത്തത്. ഇവൻ ഫിറ്റ് സ്കോട്ട് എന്ന് പറയുന്നത്. എല്ലാരും കിട്ടിയണ്ടാ. 1 2 3 4 5 നമ്മൾ 5 പേരുണ്ടായിരുന്നു. 5v3 ആയിരുന്നു ഇവിടെ. ഇവനെ 4v5v2 എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇപ്പൊ ഈ പിക്ക് കൂടി കിട്ടൂലേ നമുക്ക്? ഇവനിപ്പോ ഇവിടെ നിന്ന് പിക്ക് ഇവൻ എടുത്തല്ലോ. ഡൗണായി. 5v4 ആയിരുന്നു. ഇവനുണ്ട് 5v4 5 ഇവിടെയാണ് പോണത്. സുനിമോന്റെ പിക്ക് ഇവിടെ പോയല്ലേ? ഓക്കെ ഓക്കെ. ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവർക്കും ബാക്കിൽ നിന്നാണ് അടിച്ചത്. പെട്ടെന്ന് കുഴപ്പമില്ല. നല്ല കളി. ശരില്ല. ഹലോ 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 പോയല്ലാണോ? ശരി ഇല്ലാണോ? സ്കീം ഇറങ്ങി 1v2 അല്ലടാ. നമ്മളെ കയ്യിൽ നിന്ന് കളിയടാ. ലിറ്ററലി ആ ഒരുത്തനെ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് മാത്രം പോയതാ. അവൻ 3 വിക്കറ്റ് എടുത്തു. കളി നമ്മളെ കയ്യിൽ നിന്ന് പോയതാണ്ടാ. ആ ഒറ്റ ഒരുത്തനെ കാണാത്തോണ്ട് ഒരുത്തൻ ബേക്കിൽ. ഞാൻ കണ്ട് ബേക്കിൽ. ഞാൻ ബേക്കിൽ ഇങ്ങനെ വിളിക്കണം. ചരന്റെ ബേക്കിൽ ഇങ്ങനെ നിന്നടിക്കണവൻ. ഞാൻ വിചാരിച്ച് നമ്മളെ കൊറേ ആൾക്കാരെ കണ്ടില്ല. ഞാൻ എന്തിനാ 2 സ്ഥലത്തോട്ട് വെച്ച് ഫൈറ്റ് എടുക്കുന്നത്? ഒരു വരി ഗ്രാസിന്റെ അല്ല അവിടെ ഇല്ല. റിഞ്ച് ആയോണ്ടടാ എയിം ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അവൻ കുഴി മറ്റേ അണ്ണീവനായിട്ടല്ലേ ഇരിക്കുന്ന. വെടി വെക്കുന്നത് മനസ്സിലായി? അവൻ മറ്റേ കിണഞ്ഞ് താഴോട്ട്. അവിടുന്ന് വീല് പഞ്ചറായ മലയുടെ മുകളിലോട്ട് പിന്നെ തിരിച്ച് നമ്മളെ വണ്ടി കയറൂല. കുറച്ച് കയറുമ്പോഴത്തേക്കും അതല്ല ഇവന്മാര് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് പിന്നെ ഒന്ന് കയറി. ലാസ്റ്റ് ആണ് വരുന്നത്. മനസ്സിലായോ? ഇവന്മാര് ഇവിടെ സ്റ്റാലിന്റെ വണ്ടി ഭയങ്കര ലേറ്റ് ആയിട്ടാ ലാസ്റ്റ് ആ 4 വരുന്നത്. ഇച്ചിരി അധികം കഴിഞ്ഞാൽ
ഇച്ചിരി കൂടെ മുമ്പ് എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്ത് ഇവിടെ അടി പമ്പിലടിയാ സെറ്റ് ആവാറോ നാസിങ് കിട്ടും. ഇല്ല സീനില്ല അത് കുഴപ്പമില്ല. നമുക്കായിരിക്കും ഞാൻ പറഞ്ഞേ സംഭവം കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട്. മനസ്സിലായി. ഇത് ലൈക്ക് ഓൾമോസ്റ്റ് നല്ല നമ്മളെ കയ്യിരുന്ന കളിയായിരുന്നു. പക്ഷെ അത് നമ്മൾ ഒരു പ്ലെയറിനെ ആ ഒരൊറ്റ പ്ലെയറിനെ ശ്രദ്ധിച്ചില്ല. ലൈക്ക് ലാസ്റ്റ് ഉള്ള പ്ലെയറാണ് ഇവനെന്ന് പറഞ്ഞ രീതിയിൽ ആ രണ്ടുപേരും കൂടി ഉള്ളൂ എന്നുള്ള രീതിയിലാണ് കളിച്ചത്. അതാണ് നമുക്ക് പറ്റിയ പത്താം. നമ്മളെ ബേക്കിൽ നിന്ന് ഒരു പ്ലെയറിനെ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. പബ്ജി കളിക്കാൻ പോണാ വിഷയമില്ല. നെക്സ്റ്റ് ടൈം പിടിക്കാം. അത്ര ആ 8 അഡ്വാൻറ്റേജ് ആ റിഡ്ജിലുള്ള പ്ലേ ആണ് ലൂസായ നെക്സ്റ്റ് ടൈം. അതല്ലടാ അത് പെട്ടെന്ന് ആള് മനസ്സിലായി താഴോട്ട് റിഡ്ജിൻ്റെ താഴോട്ടൊക്കെ ഓടിപ്പോണത് ശ്രദ്ധിച്ചില്ല. മനസ്സിലായില്ലേ? അവിടെ നമ്മളെ ഫ്രണ്ടിൽ കൂടിയാണ് അവൻ നന്നത്. മനസ്സിലായി. സത്യത്തിൽ ആ സമയത്ത് അവനെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ പിക്ക് എടുക്കാമായിരുന്നു. അവനെ സ്പോട്ട് ചെയ്തിട്ടില്ല ആരും. മനസ്സിലായി. എല്ലാവരും ഇപ്പുറ സൈഡിലുള്ളവരെ മാത്രമേ സ്പോട്ട് ചെയ്തിട്ട് പോവുക. അതുപോലെ എനിക്ക് മറ്റേ ആ ഒരു റിഡ്ജ് ആയതുകൊണ്ട് അവിടെ ഫൈറ്റ് എൻ്റെ എയിമാണെങ്കിലും കറക്റ്റ് കിട്ടിയില്ല ആ സമയത്ത്. ഇച്ചിരി വിഫായി ലാസ്റ്റത്തെ അടിച്ചവന്. ഇല്ല ഇനി എത്ര റിക്രൂട്ട്മെന്റ് ഉണ്ട് എടുക്കാനുണ്ട് എടാ? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലടാ പ്രോപ്പറായിട്ട്. കുറച്ചുകൂടി മനസ്സിലായില്ലേ? കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട്. അണ്ണൻ എന്താ കോൾ വിളിക്കാതെ? എടാ സ്റ്റാലിന് ഓൾറെഡി കോൾ വിളിക്കുമല്ലോടാ. പിന്നെ ഞാനിവിടെ എൻ്റെ ഇടയ്ക്ക് കിടന്ന് കോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതാവും, മെസ്ഡപ്പ് ആവും. അതുകൊണ്ടാണ് ഞാൻ കോൾ വിളിക്കാത്ത. ശരി, അവൻ ഓൾറെഡി കോൾ വിളിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വീണ്ടും കോൾ വിളിച്ചു കഴിഞ്ഞാൽ അത് 2 കോളായി കഴിഞ്ഞാൽ ഞാൻ അവന്മാർ മനസ്സിലായില്ലേ ഇതാവും. അതുപോലെ ഞാൻ കുറച്ച് ദിവസം അതിനേക്ക് സ്റ്റാലിനാണ് കിഷന്മാർക്ക് കോൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവന്മാർക്ക് അങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് അത് സീനില്ല. അത് സെറ്റാക്കാം. അത് മനസ്സിലായില്ലേ? അത് സെറ്റായി വരാനുള്ളൊരു ടൈം എടുക്കും. തോറ്റിടാൻ വല്ല തോറ്റ് തുടങ്ങുമ്പോഴല്ലേ പവറാകാൻ തോറ്റ് ഒന്നും സെറ്റാവും. അത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. നമ്മൾ വേറെ എന്തെങ്കിലും ഗെയിം കൂടി കളിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് സ്വിച്ച് ടു സം അതർ ഗെയിം. നമ്മൾ പബ്ജി കളിച്ചാലോ? വാട്ട് യു ഗൈസ് സേ? എന്നാ കാളും വിളിച്ചാൽ മതി. അവരെവിടെയൊക്കെയോ കൊണ്ടുപോയി കുത്തി കളിക്കുന്നതെന്ന്. കുഴപ്പമില്ല. അത് സീനൊന്നുമില്ല. നമുക്ക് സെറ്റാവും. പയ്യെ സെറ്റാക്കി എടുക്കാം. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ അല്ല കേസ്. അത് കമ്മ്യൂണിക്കേഷൻ അല്ല. അവരെല്ലാരും വേറെ ഇത് കണ്ട അഡ്മിൻ ബി കണ്ട ഒരുത്തനെ കാണാത്തതിന്റെ ഒറ്റ കുഴപ്പം കൊണ്ടാണ് വേറെ ഒരുത്തൻ ബേക്കിൽ നിന്നാണ് 3 പേരെ എടുത്തത്. അവിടെ അവന്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ ഓടി വന്ന ബാക്കിയുള്ളവരെ അടിക്കുക. പക്ഷെ അവനെ നമ്മൾ കണ്ടില്ല. എന്തിരി പറയാനാണ് മറ്റേ ഗതികേടെന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? സ്റ്റാലിനും വേറെ ഒരു അണ്ണൻ അടിച്ചവൻ അടിക്കായിരുന്നു, ഹേതത്തിന് അടിക്കായിരുന്നു. അപ്പൊ ഇവൻ ബാക്കിൽ നിന്ന് അല്ല ആ റിഡ്ജ് എന്തിനാ അവരാ ഇതെന്തിരി? ഓയ്യോ പറിച്ച റിഡ്ജ്. എനിക്ക് PUBG 42 GB അപ്ഡേറ്റ് കിടക്കുന്ന എന്റെ സ്പേസ് ഇല്ലത്. ഗെയിം ഇരിക്കുക. പബ്ജിയുടെ അപ്ഡേറ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അത്രയില്ല അണ്ണാ. ആ 4 പേര് ഇഴഞ്ഞു വീട് ചത്തിട്ടുണ്ട്. ഇഴഞ്ഞു വീണ് മണ്ണൊലിച്ചിലി ചത്തതാ 4 പേര്. അല്ലെങ്കിൽ നമ്മൾ ഒരുത്തം പോലും അവിടെ ഡൗൺ ആയിട്ടില്ല. ഞാനും മുരുകൻ പപ്പടം പിന്നെ വേറെ ആരും. അല്ല ഞാൻ കാര്യം കൂട്ടോ, ഇത്ര സ്ഥലം ഉണ്ടായിട്ട് ഈ കുണ്ണമലയിലേ കുത്താൻ കണ്ടുള്ള. അതാ ഞാൻ പറഞ്ഞത്. പറയില്ല അതിനൊന്നും. എനിക്ക് അവിടെ നിന്ന് അടിക്കാൻ പറ്റുന്നൊന്നും ഇല്ല മൈരി. അത് വെടി വെക്കുമ്പോ തലയിൽ വെച്ച അവന്റെ അണ്ടിയിൽ വെടി കൊള്ളുന്നു മൈരി. മറ്റേ കിണഞ്ഞ് അവൻ ഓടുമ്പോഴത്തേക്ക് തലയിൽ വെടി വെക്കുമ്പോ വെടി പോണ അണ്ടിയില് ലാസ്റ്റ്. ഇത്തിരി പറയാൻ എന്റെ കൂടെ 3 പേര് ഉരുണ്ട് വന്നത്. POV ഉണ്ടോ? അതൊന്ന് കാണിച്ചുതരാം. എപ്പ കാണിച്ചുതരാല്ലോ, ശരിയാക്കി തരാം. എന്തൊക്കെ കേക്കണം. മറ്റേതായിരുന്നു വണ്ടി എടുത്തോണ്ട് പോയത്. കാണിച്ചാ ഒരു 5 പേര് കിടന്ന് ഓടണം വണ്ടിക്ക് വേണ്ടിട്ട്. ഓ വണ്ടി ഇല്ലാന്ന് പറ ഓടുന്നു. അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുത്താൻ ഒരു കോള് കേട്ട്. അപ്പഴേ ഞങ്ങള് മേളിൽ അഡ്വാൻറ്റേജ് എടുത്ത് കുത്തി. അഡ്വാൻറ്റേജ് ഞാൻ ബാക്കിലും കുത്തിയിട്ടുണ്ട്. നമ്മളാണ് ബാക്കിൽ കുത്തിയത്. നമ്മൾ അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാം അടിപൊളിയായിരുന്നു.
ഒരുത്തോടി പോയേട്ടാ. ഇത് വെടികൊണ്ട് ചത്തിട്ട് പോണോ? ഇപ്പൊ നോക്കി ഞാൻ വെടി വെച്ചു ഇത് വെച്ച് ദിഗോടെ നീ മറ്റേ മലയെന്ന് ഉരുണ്ടി അടിച്ചത്തിയല്ലേ? ഞാൻ കൊന്നില്ലല്ലോ. അല്ലല്ല, നിന്നെ കൊന്നേണ് ഇവൻ. വെടിവെച്ചാണ് നിന്നെ. എടാ ദിഗോടെ, നിന്നെ ഇവൻ കൊന്നേണ്ടാ. സ്റ്റാലിൻ കൊന്നേട്. നിന്നെ സ്റ്റാലിൻ കൊന്ന് കിൽഫീഡി കിടപ്പുണ്ട്, ഞാൻ കണ്ടേട്. എന്നെ അടിക്കാൻ സമ്മതിക്കാം. വലിയ കാര്യത്തിൽ അടിക്കാൻ ഓടിയാണ് കൊതിച്ച് നേരത്തെ വീട്ടിലെത്തിയതാ. ഇവനിങ്ങനെ മരിച്ചത് ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ ആളെ ഇനിയും വരും ആൾക്കാര്. കാര്യം പറഞ്ഞാ എന്റെ കണ്ടത് വിട്ടാ പോയില്ല. എന്റെ അല്ല ഞാൻ താഴെ പോയി കുറച്ച് എന്റെ തൊട്ട മേളിൽ മുരുകൻ വന്നൊക്കെ വീട് നോക്കട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്ത് വേറെ ആരും എത്തത് ഇതേപോലെ മുരുക ഉണ്ടോ? അത് കാണിച്ചാണ്. ഞാൻ നോക്കിയത് എങ്ങനെ ഡൗൺ ആയെന്നൊന്നും മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ചു വാർ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നോക്കി പെട്ടെന്ന് നമ്മൾ എനിക്കൊന്നും പിടി കിട്ടുന്നില്ല. അതാണെങ്കിൽ ഒരു കെട്ട റെഡ്ജ് അടിക്കാൻ പോലും പറ്റത്തില്ല. അവിടെ നിന്ന് ഒരുമാതിരി എയിമും കിട്ടുന്നില്ല. വെടി വെക്കുമ്പോഴേക്കും താല് തെന്നി പുറകോട്ട് വീണ്ടും ഓടി കയറി അടിക്കുമ്പോ വീണ്ടും തെന്നി താഴോട്ട്. അല്ല, അപ്പുറത്ത് നിൽക്കുന്നവനും അതേപോലെ തെന്നി പോയാണ്. അവരെ അടിക്കാൻ നോക്കുമ്പോ അവൻ തെന്നി വേറെ അങ്ങോട്ട് പോകും. മനസ്സിലായ? കാണിച്ചാണ് ഡിലീറ്റ് ചെയ്ത ഡിപ്രഷനായി. എന്താ ടൂറിനെന്തോ എടുത്ത് ഒരെണ്ണം വെടിവെക്കാനെങ്കിൽ പറ്റില്ല. എന്റെ കൊല്ലാ ഞാൻ സമ്മതിക്കില്ല. ഞാനായിട്ടാ ചാവുന്നു. അവനെ വരില്ല നിന്റെ കൂടെ. എന്നിട്ട് ഇവിടെ ദൂരം എടുക്കുന്നുണ്ടോ? അവര് വരുന്ന നോക്കിയേ. ഇത് ഞാൻ കണ്ടേനോ ദൂരം എടുക്കുന്നത്. അവന്മാരവിടെ നിന്ന് വെച്ചൊക്കെ വെടി വെച്ചേട്ടാ. അവര് കുഴപ്പമില്ല. അവന്മാർക്ക് അവരുടെ ഷൂസ് അതുവരെ വെടി വെച്ചില്ല. കറങ്ങി പോകുന്നിടം വരെ കറങ്ങി എഴുതിട്ട് വെടി വെച്ചാ മതി. കൈസോടെ ഉപയോഗമാണോ? അവൻ 5 പിക്ക് എന്തിനും എടുത്ത് കാണിച്ചോറാ. കൈസോ വിഷയം കൈസ എങ്ങനെ അടിച്ചത്? കോമഡി ഞാൻ കുത്തി നോക്കണേടാ. ഉണ്ടേ പോലെ അടി പോലെ വരുന്ന റിഫ്രഷ് അടിച്ച് മടുത്ത് തോക്കൂല എടുക്കാറ്റില്ല. ഞാൻ അവിടെ തോക്കെടുത്തോട്ടാ. ഉണ്ട പോകുന്നില്ല. അവരിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ചുമ്മാ കുറച്ചു നേരം കൊണ്ട്. കുഞ്ഞിക്ക് പോന്ന് വെടിയോ കൊള്ളുന്നില്ല. ആരുടെ എനിക്ക് വെടിവെക്കുന്നൊന്നും കൊള്ളുന്നില്ലായിരുന്നു. ലാസ്റ്റ് ടൈം ആദ്യം ഒരു പിക്ക് എടുത്തിട്ട് പിന്നെ ഒന്നും കൊള്ളുന്നില്ല. ഞാൻ വെച്ച് പേടി അവിടെ. ഇത് എടാ കിടന്ന് കറങ്ങി ഞാൻ ഇവിടെ. കിടന്ന് മൗസ് മറ്റേ താഴെ വരെ വലിക്കണമല്ലോ. ഇത് പറ്റുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് എന്റെ പിഒയിലൊക്കെ ഞാൻ എനിക്ക് പ്രാന്ത് ഓടിക്കുന്നു. ഞാൻ പിന്നെ വണ്ടിയിട്ട് ഓടിക്കൂല. അതേപോലെയൊക്കെയാണ് മൗസ് ഇട്ട് തിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് കിട്ടിയെന്ന് വിചാരിച്ച്. ഞാൻ ഈ സമയം കിട്ടി. നമ്മള് കൊറേ പിക്കൊക്കെ കിട്ടുന്ന പോലെ കണ്ടായിരുന്നു ഞാൻ കിട്ടി തരാരും മൂടിലിരിക്കായിരുന്നു. ഓ കിട്ടിയല്ലോ സീനിലല്ലോ ചത്താൻ സീനില്ല. ഇത്ര പിക്ക് എടുത്തോ നീ? 5 പിക്കാ? ഇവനെ അടിക്കാൻ പറ്റുന്നില്ല. ഇവനെ അടിക്കാൻ ഞാൻ കിടന്ന് വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഓ ഇവിടെ നല്ല അവിടെ ആയത്. ബേക്ക് എടുത്തോണ്ടാ. ഇവനാണ് വന്നത് എല്ലാരെയും കൊന്നത്. ഇവൻ കണ്ടാ ഇനി വെടിവെക്കാൻ പറ്റൂല. ഇതാണ് സൈസ്. കണ്ട ഇപ്പൊ കണ്ട വെടിവെക്കാൻ പറ്റാത്തണ്ട. ഇവിടെ എത്തുമ്പോ ഇത് കിട്ടൂല. മനസ്സിലായി? അവൻ ഈ സാധനം എനിക്ക് ലാസ്റ്റ് പറ്റിയത്. ഈ സാധനം വരുമ്പോഴത്തേക്ക് മോളിലെന്നല്ലടാ. അത് ഭയങ്കര അണീവനല്ലേ. മനസ്സിലായില്ലേ? നമ്മളെ മൂവ്മെന്റ് ക്രോസ് മാച്ച് ആവൂല. മനസ്സിലായി?
നല്ല കളി കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ വിചാരിച്ച കളി കിട്ടിയെന്ന് വിചാരിച്ചു, സത്യം പറയാല്ലേ. ഇനി മലയെ കുത്തിക്കുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും മല പണ്ട് ഞാനിവിടെ ഒരു കോളൊക്കെ വിളിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ ഇവിടെ ഇറങ്ങി വണ്ടിയുടെ ടയർ ഒട്ടിയിടാതെ വിളിച്ചപ്പോഴത്തേക്ക് അപ്പുറത്ത് മലയിൽ അടിയായി വാന്നെല്ലാം കൂടി. ഞാൻ പിന്നെ എന്തിനു കാണിക്കൂ, എനിക്കിതാണ് കാണേണ്ടത്. ഇതാരാ ബോട്ട്? ഇതൊക്കെ ഇപ്പൊ നോക്കിയോ വണ്ടി എടുത്തോണ്ട് നീ എങ്ങനെയാടാ പോയ ഡബ്ല്യൂ ബോട്ട്? ഏതൊക്കെ ലോകത്തെത്തി. ഈ വണ്ടി തന്നെ തിരിച്ചെടുത്തു. ഇപ്പൊ നോക്കി അതല്ല, ഈ വണ്ടിയിൽ ഒരു 10 പേര് അവന്മാര് വണ്ടി എടുത്ത് പോയി. അവന്മാര് വണ്ടി എടുത്തു പോയി, ആൾക്കാരെ കയറ്റാതെ ഒരുത്തൻ. എല്ലാവരും ഈ വണ്ടിയിൽ ഞാൻ ബാക്ക് കയറുന്നപ്പോഴത്തേക്ക് അതല്ല എന്നാ ഈ വണ്ടി എടുത്തോണ്ട് പോ. അതല്ല അയ്യോ ഇത് നമ്മളെ വണ്ടി എല്ലാം പറഞ്ഞിട്ട് സുനിമ ഇറങ്ങി പോയി കളഞ്ഞാ. ഞാനാണെങ്കിൽ ഇത് നമ്മളെ വണ്ടി അല്ലടാ. ഞാൻ പിന്നെ സീറ്റ് അടിച്ചു. പിന്നെ എനിക്ക് വെച്ചടി ഇപ്പൊ ഇടത് ആക്കിയത് വരും. ഞാൻ അതിന്റെ എടുത്തോണ്ട് പോയി ഇടത്. നമ്മളെ കൊണ്ട് കുത്തും. നമ്മളിപ്പോ കൊണ്ട് കാർട്ട് കൊണ്ട് ബാക്കി കുത്തും. ഇവന്മാർ ഇവിടെ കുത്തെന്ന് പറയുമ്പോ ഞാൻ ഇവിടെ കൊണ്ട് കുത്തും. അതുകൊണ്ട് വെച്ചടിക്കുന്നു. തിരുമാരി അടിക്കാൻ പറ്റുന്നില്ല. അല്ല ഞാൻ ഇതിന് കേറി, എനിക്കറിയാം ബാക്കി കുത്തുന്നു. ഞാൻ നേരെ എന്തിനു ഇവന്റെ മേലെ കൂടി അപ്പുറത്ത് പോയി നോക്കിയിരുന്നോ. ഞാൻ അപ്പുറത്ത് പോയി നേരെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രശ്നം എന്താ ഇവിടെ അതിന് തൊട്ടപ്പുറത്ത് ഞാൻ ഉണ്ടറാ ഉരുണ്ടെത്തി. പക്ഷെ പോച്ചക്കടയില്ല. എടാ നേരെ അടിക്കാൻ വയ്യ. സന്തോഷം ഒരു ഇല്ലെങ്കിൽ അടിക്കാനെങ്കിലും പറ്റിയ ഇല്ലെങ്കിൽ എടുത്ത് ചത്തല്ല. നിന്റെ റീലോഡ് ആകാത്ത തോന്നുകൊണ്ടാണോ എനിക്ക് തോന്നുന്നു ഈ രായണ്ണന്റെ എല്ലാം മേടിച്ച് ബുള്ളറ്റ് അടിക്കാൻ മറന്നു. ബുള്ളറ്റൊക്കെ കൊണ്ട് റീലോഡ് ചെയ്യാത്ത തോക്കുകൊണ്ട് പോയി ഇറങ്ങിക്കൊള്ളു. മനസ്സിലായി വലിയ ആളായിട്ട് അടിച്ച് കയറ്റി. അല്ല അത് തോക്കണമെന്ന വിധിയായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ എങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായി. വീണ് ചാവുന്നതും മനസ്സിലായി. ഇതൊക്കെ എല്ലാം വരുന്നതിന്റെ പാർട്ടാണ്. ഇത് തോക്കാനൊരു വിധി. നീ തോറ്റ് കുമ്പിടാന്നാണെന്ന് മനസ്സിലായി. പോകുന്നതിന് മുമ്പേ തല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നേ വരെ ഫൈറ്റ് എടുക്കാത്തൊരു മലയാണത്. ഈ മലയില് ഇത്രയും നാളെ എന്റെ കരിയറിൽ ഞാൻ മനസ്സിലായി. RP കരിയറിൽ ഞാൻ ഇവിടെ വെച്ചൊരു വാറ് കിടന്നിട്ടില്ല. ആ മലയില് ഒരുത്തര് നിൽക്കുക. എത്ര മലയുണ്ട് വേറെ നിന്നടിക്കാൻ പറ്റിയ?